എത്ര പണം ചിലവഴിച്ചും മതിൽക്കെട്ട് രസകരമാക്കാനുള്ള ഒരു മത്സരം തന്നെയാണ് നമ്മൾ മലയാളികൾക്ക്. എന്നാൽ ആ മതിൽക്കെട്ട് ഒരു ഔഷധ മതിൽക്കെട്ടായാലോ? ആ മതിൽക്കെട്ടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. മതിൽ പ്ലാന്റ് കൊണ്ട് ഔഷധ മതിൽ കെട്ടിയ കഥ പറയുകയാണ് എലത്തൂർ ഈസി ഹൗസിലെ മൊയ്തീൻ കോയ എന്ന മൊഞ്ഞാക്ക. മൊയ്തീന്റെ വീട്ടിലെ 76 മീറ്റർ നീളമുള്ള ഹരിതമതിൽ കണ്ണിനും മനസ്സിനും നൽകുന്ന കുളിർമ പറഞ്ഞറിയിക്കാനാവില്ല. 37ാമത്തെ വർഷത്തേക്കാണ് ഇത് പോകുന്നത്. അപ്പം ഈ വർഷത്തിൽ കുറച്ച് നിർത്തിവെച്ച ശേഷം വീണ്ടും തുടങ്ങാവുന്നതാ. അപ്പം കുഴപ്പമൊന്നുമില്ല. ചൂടുകാലത്തൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും പാമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ദൈവം സഹായിച്ച് നമുക്ക് പാമ്പിൻ്റെ ശല്യം ഉണ്ടായില്ല. പാന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് എത്തിയിട്ടില്ല. പിന്നെ ഒന്നാമത്തെ മണിപ്ലാന്റിൻ്റെ ആ കറ പോറ്റ സാധനം ഇതിന് അലർജി ആവുന്നുണ്ട്. അപ്പോൾ ഏജന്റുക്ക് അതുകൊണ്ട് ഏജന്റുക്കൾ ഇതുവരെ എത്തിയിട്ടില്ല. പരിസരത്ത് അവിടെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ എല്ലാവരും പാമ്പ് വന്നോ നോക്കലുണ്ട്. പാമ്പ് ഇതുവരെ വന്നിട്ടില്ല. ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ഇതൊക്കെ വിടും, കാരണം ചെടീനോട് കൊണ്ടടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ തോന്നുന്നില്ല, ഒഴിവാക്കാൻ തോന്നുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി അതാണ് തേങ്ങ പറിക്കുകയാണെങ്കിലും ശരി, എന്തെങ്കിലും മനുഷ്യനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് പശുവിനെ പോറ്റുന്ന ആളാമാതിരി അത് കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു മനസ്സിനൊരു സംതൃപ്തി പോലെ തോന്നുന്നുണ്ട്. പിന്നെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ മാരക അസുഖങ്ങളൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയാൻ കഴിയില്ല. വരുന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം ആകുന്നതുകൊണ്ട് നമുക്കൊരു പ്രോത്സാഹനമായി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ മണി പ്ലാന്റ് മാത്രല്ല, അതിന്റെ ഇടയിൽ വേറെ കുറെ കാര്യങ്ങൾ, ആര്യവേപ്പുണ്ട്, കരിനിച്ചുണ്ട്, പിന്നെ ആടലോടകമുണ്ട്, അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പം ചെമ്പരത്തി മെയിനായിട്ട് അത് ബേസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ മണി പ്ലാന്റ് നിർത്താൻ പറ്റുള്ളൂ. മണി പ്ലാന്റ് വള്ളി ആയതുകൊണ്ട് അത് അടർന്ന് വീണുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളൊരു ചെടി കുറ്റിപ്പുള്ള ചെടി വേറെ കൊടുക്കുന്നത്. 4 അടി ഉയരവും 2 അടി വീതിയും 76 മീറ്ററിലധികം നീളത്തിലും നീണ്ടു കിടക്കുന്നതാണ് ഹരിത ചുറ്റുമതി. 9 സെന്റിൽ പുരയിടം കഴിഞ്ഞാലുള്ള സ്ഥലത്തെ മരങ്ങളിലും വള്ളികൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. വൃത്തിയുടെ പര്യായമായ ഈസി ഹൗസിൽ എപ്പോഴും കുളിരേകുന്ന അന്തരീക്ഷമാണ്. ഈ പച്ചപ്പ് നൽകുന്ന ശുദ്ധവായുവാണ് തന്റെ കുടുംബത്തിന്റെ ആരോഗ്യമെന്നും മൊയ്തീൻ കോയ പറയുന്നു. ആദ്യം ഇങ്ങനെ കുറച്ച് വിട്ട് കുഴിച്ചിട്ട് അപ്പം സാധാ ചെടി കുഴിച്ചിട്ട് ഇപ്പം മണിപ്ലാന്റ് ലാൻഡ് ചെയ്യുമെന്ന് തോന്നിയപ്പം പിന്നെ അതിലേക്ക് മാറി. അതാണ് 10-37 വർഷം കൊണ്ടിട്ട് ഇതിപ്പോൾ 6 അടി പൊക്കത്തിൽ 75 മീറ്റർ നീളത്തിൽ 2 അടി വീതിയിൽ, അതായത് ഒരൊറ്റ വള്ളിൻ്റെ വീതിയിലല്ല, മൊത്തത്തിൽ 2 അടി വീതിയിൽ തന്നെ ലാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും ഈറ്റിങ്ങൾ നോക്കി ഒന്ന് അതിനെ പരിപാലിച്ച് അങ്ങോട്ടും പോകുമ്പോൾ കുറച്ച് ഒരു 50% കുറഞ്ഞ് കിട്ടും. അപ്പോൾ വേറെ കാര്യം വെച്ചാൽ ഈ ലോകത്ത് ഏറ്റവും ജാസ്തി സമാധാനം തരുന്ന സാധനം പച്ചപ്പാണ്. അതുകൊണ്ടിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പച്ച കളർ കൊണ്ടിട്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമാധാനം നമുക്കും കിട്ടുന്നുണ്ട്. മതിലിന് പ്രചാരമേറിയതോടെ സന്ദർശകരുടെ എണ്ണത്തിലും കുറവില്ല. മണി പ്ലാന്റ് വീട്ടിൽ വളർന്നാൽ പണം വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ മൊഞ്ഞാക്കി ഇപ്പോൾ അതിലേറെ പ്രാധാന്യം നൽകുന്നത് മാനസിക ഉന്മേഷമെന്ന വിലമതിക്കാനാകാത്ത സമ്പാദ്യത്തിനാണ്. പച്ചപ്പിനോടും സസ്യങ്ങളോടുമുള്ള മൊയ്തീൻ കെയുടെയും ഭാര്യ റസിയയുടെയും ഒരു സ്നേഹം തന്നെയാണ് ഈ മതിൽക്കെട്ടിന്റെ സുരക്ഷിതവും സമാധാനവും എന്ന് പറയാം. ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം അഭിജിത തിരുവല്ല, KCL ടൈം.